ഇതടിമുടി മറുതയുടടവാ തീക്കളിയൊടിയനുമാവാം ഇക്കുരുക്കിനി എഴിയുക പണിയ മാർഗമെന്തെന്ന് ചൊല്ലാമോ ഒരു പടയതിനിടെ മറവിൽ തിരയണ തരികിട വഴികൾ അലയുമി കടലിനു മുകളിൽ ദിക്കുതെറ്റുന്ന കപ്പലുകൾ പെട്ടൊരു കുട്ടിക്കുയിലിന് വെട്ടം കിട്ടണം ആരും കാണാത്തക്കം നോക്കി പാറിപ്പോകണം മാനം പോകും പള്ളി നാളറിയുമ്പോൾ ഒരു കുന്നോളം കള്ളങ്ങൾ കെട്ടിപ്പൊക്കി പറ്റിക്കൂടാ. അങ്ങനെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോവാം. എല്ലാവരും സാധനങ്ങളെല്ലാം എടുത്തിട്ടില്ലേ? ഞാൻ എന്തോ മറന്ന പോലെ. കപ്പളേ തോന്നി നീ എന്തെങ്കിലും മറന്നു നോക്കുന്നു. ആ കിടന്നുറങ്ങുമ്പോ നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എടുത്തു വെക്കാൻ വേണ്ടിട്ട് എന്നിട്ടോന്റെ ഡയലോഗ് അടി. ഓ നോ, ഞാൻ എന്റെ ഫേവറേറ്റ് ബോക്സർ എടുക്കാൻ മറന്നുപോയി. ഏത്? ആ ചോപ്പായിരുന്ന? അത് ഞാൻ ആ കസേരന്റെ മുകളിൽ കണ്ടായിരുന്നു. എടാ നാറി, ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടെ നിനക്ക്? ഓ പിന്നെ കണ്ട ഷെഡിയുടെ ഉടമയെ കണ്ടെത്തലല്ലേ എന്റെ പണി. ഓടാ നീ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ അല്ലെ ചോപ്പ് ബോക്സറെ ഷെഡിന്നൊക്കെ പിടിച്ച് സ്റ്റാൻഡേർഡ് ഇല്ലാതെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ ദൈവമേ, അഴുക്കപ്പുള്ള ഒരു ഷെഡിന്റെ കഥയും പറഞ്ഞ് എയർപോർട്ടിൽ അടിയാക്കുന്നു. ജെറി, കീപ് യുവർ സ്റ്റാൻഡേർഡ്. ഓക്കെ മാഡം. അല്ല നീച്ചുമാ, അല്ല മുത്തേ, സോറി. ഗൈസ്, എല്ലാം ശരിയായിട്ടുണ്ട്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളിൽ കയറാം. അല്ല, നീ എന്തിനാ എപ്പോഴും എന്റെ വയ്യ ഇങ്ങനെ വരുന്നേ? നിന്റെ പുറകെ അല്ലാണ്ട് പിന്നെ ഞാൻ ആരപ്പാ പോവാ? ഒലിപ്പീര്, നിനക്ക് നന്നായി കൂടെടാ. 1 hour later. എടാ ലല്ലു, നീ എന്തിനാടാ ഓട് തിന്നുന്ന വായി നോക്കിട്ടിരിക്കുന്നത്? നീ എന്തെങ്കിലും പറഞ്ഞ? എന്റെ അമ്മായി പെറ്റ്. എപ്പോ? ഇനി ആ പുള്ളി പറയാൻ അങ്കിളിന്ന് വിളിക്കൂലേ ഈ കഴപ്പന അമ്മാവനെ കൊണ്ട്? എടാ ലല്ലു, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ദയവ് ചെയ്ത് ഒച്ച വെക്കുകയോ കരയോ ഒന്നും ചെയ്യരുത്. എനിക്ക് ചാച്ചന് ഇഷ്ടമുള്ള കാര്യം ഞാനത് നിച്ചോട് പറഞ്ഞു. പിന്നെ അത് ഇത് നടക്കൂല ചായ. നിച്ചു, നീ ഇത് ഇങ്ങനെ പറയുന്നേ? അവനവളെ എത്ര ഇഷ്ടം നിനക്കറിയോ? എന്ത് പറഞ്ഞാലും ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇച്ചായൻ അറിയാത്തതാ നാട്ടിലത്തെ കാര്യങ്ങളൊന്നും. എന്ത് കാര്യം? ഇത് നടക്കൂലെന്ന് എങ്ങനെയാ പറയാ? അവൻ ഇത്രയും കഷ്ടപ്പെട്ടോളെ വയ്യ നടക്കുന്ന കണ്ടിട്ട് നിനക്കൊന്നും തോന്നിട്ടാ പറഞ്ഞ? എങ്ങനെയാ? എന്റെ ഇച്ചായ, ഞാൻ ആദ്യം പറയുന്നത് കേക്ക്, എന്നിട്ട് ഇങ്ങോട്ട് പറ. നീ പറ. ഇത്രയും ഡയലോഗ് അടിച്ചതല്ലേ, ഫുള്ള് ഞാൻ പറയില്ല. ഒരു കാര്യം ഞാൻ പറയാം. ചാച്ചുവിന്റെയും ലല്ലുവിന്റെ കല്യാണം നടക്കണമെങ്കിൽ, ഐ മീൻ അച്ചു തിരിച്ച് ലല്ലുവിനെ നോക്കണമെങ്കിൽ, അതായത് ചാച്ചു ലല്ലുവിനോട് ഒക്കെ പറയണമെങ്കിൽ, അതിനെല്ലാം ഒരാളുടെ അനുവാദം ഉണ്ടെങ്കിലേ അവള് ചെയ്യൂലൂ.
അതാണ് നമ്മുടെ വല്യപ്പച്ചൻ. വല്യപ്പച്ചൻ പറയാണ്ട് ഒരു കാര്യം ചാച്ചു ചെയ്യുന്ന എനിക്ക് തോന്നില്ല. ഇപ്പോൾ ചാച്ചുവിന് ലാലുവിനോട് ഇഷ്ടമുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല. അത് നമുക്ക് പിന്നെ നോക്കാം. ഇത് കിട്ടണമെങ്കിൽ വല്യപ്പച്ചൻ്റെ സമ്മതം വേണം. ഓ ഇതായിരുന്നോ? നീ വലിയ വിൽഡപ്പല്ലിടുമ്പോ ഞാൻ വിചാരിച്ചു വേറെന്തോ വലിയ കാര്യമുണ്ട്. അലമുടെ ഇതെല്ലാം നമ്മളൊരിക്കൽ പുഷ്പം പറിക്കുന്ന പോലെ നിസ്സാരാക്കിക്കളി. അവൻ്റെ ആ നിഷ്കളങ്കമായ മുഖം കൊണ്ട് അവൻ എല്ലാവരെയും മയക്കിക്കളും. എനിക്കത് ഉറപ്പുണ്ട്. കാണാൻ നമുക്ക്. അവസാനം നിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യടീന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കത്. പക്ഷെ ഇതത്ര നിസ്സാരായിരിക്കില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇതായിരുന്നു നിന്റെ സീരിയസ്നെസ്. ഓഫ് ഇതെല്ലാം നിസ്സാരമല്ലേ. ഇടലല്ലോ അവളുടെ അടുത്ത് ഞാൻ അങ്ങനെ ഡയലോഗ് അടിച്ചെങ്കിലും നീ ഒന്ന് സൂക്ഷിക്കണം. എനിക്കെന്തോ ഒരു പന്തികേട്. നീ പേടിക്കണ്ട മോനെ, ചാച്ചുനെ ഞാൻ സ്വന്തമാക്കും. അതെ അതെ. പിന്നെ നീച്ചു എന്നോടൊരു കാര്യം പറഞ്ഞു. നാട്ടിലൊരുപാട് സർപ്രൈസ് ഉണ്ടാവും, പിന്നെ വള്ളികളുണ്ടാവുന്നോള് പറഞ്ഞായി. ഒന്നിലും ചെന്ന് പിടിക്കരുതേ മുത്തേ, ചേട്ടന് വയ്യ. ഡോണ്ട് വറി, എല്ലാം ഇല്ല ലൂനി വിട്ടി. ഞാൻ കുറച്ച് പ്ലാനൊക്കെ തയ്യാറാക്കട്ടെ. വല്യപ്പച്ചനെ ഞാൻ കയ്യിലെടുക്കും. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോക്ക്. വല്യപ്പച്ചനെ ഞാൻ കയ്യിലെടുക്കും. വല്യപ്പച്ച, ഐ ആം കമ്മിങ്. The next day. ഞാൻ ആദ്യമായിട്ടാ ബാംഗ്ലൂർ എയർപോർട്ടില്. അടിപൊളി സ്ഥലോ. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തി. ഇനി എങ്ങനെയാ പോകുന്നേ? വല്യപ്പച്ചൻ വണ്ടി അയച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. എവിടെ കാണുന്നില്ലല്ലോ. മാഡം, ಟ್ಯಾಕ್ಸಿ ಇಲ್ಲದೆ ನೀವು ಎಲ್ಲಿಂದ ಹೋಗಬೇಕಿದೆ? ಬೇಡ ಧನ್ಯವಾದಗಳು, ನಮ್ಮಡು ಕಾರುಗಿದೆ. ഇടലല്ലു, അവളെന്താടാ ചെക്കനോട് പറഞ്ഞേ? ഇനി അവളും ഇവനും തമ്മിൽ എന്തെങ്കിലും സെറ്റ് വല്ലതാണോ? ഓ എന്റെ ചെറിച്ചായ, ഇതൊന്നല്ല. അവൻ ടാക്സിയിൽ കയറാൻ പറഞ്ഞതാ. അവള് വേണ്ട, വേറെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കന്നഡയൊക്കെ അറിയോ? ഇനി എന്താ നമ്മളെ പറ്റി വിചാരിച്ചേ? നമ്മൾക്ക് കന്നഡ അറിയാം, തുളു അറിയാം, എല്ലാം അറിയാം. മതി മതി, ദേ മമ്മൂഞ്ഞിക്കാന്റെ വണ്ടി എത്തി. പിള്ളേരെ ബാ. 3 hours later. അപ്പോ ഇതാണല്ലേ ചാപ്പിന്റെ തറവാട്? ആ പിള്ളേരെത്തിയോ?